നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. വർധന പ്രാബല്യത്തിൽ. പെട്രോൾ വില ലിറ്ററിന് 110.76 രൂപയായി. ഡീസൽ വില 99.35 രൂപയായി വർദ്ധിപ്പിച്ചു. ആയൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്ക്. ആയൂർ റോഡുവിള സ്വദേശി അൻവർ ഷയാണ് മരിച്ചത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് പ്രകടനം നടന്നത്. മധുര വിതരണവും നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്ക് പ്രകാരം പെട്രോൾ വില ലിറ്ററിന് 110.76 രൂപയായി. ഡീസൽ വില 99.35 രൂപയുമായി. രാജ്യാന്തര വിപണി വിലയിലെ വർധനവിന്റെ പേരിൽ എണ്ണക്കമ്പനികൾ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 3 രൂപയോളം വീതം വർദ്ധിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് എണ്ണ കമ്പനികൾ ഇന്ധന വില വർദ്ധിപ്പിച്ചത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3.04 രൂപ വീതമാണ് കേരളത്തിൽ വർദ്ധിക്കുക. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് 108.62 രൂപയായി. തിരുവനന്തപുരത്ത് പെട്രോളിന്റെ വില 110.76 രൂപയാണ്. ഡീസൽ വില 99.35 രൂപയുമാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിനൊപ്പം CNG വിലയും കമ്പനികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 രൂപയാണ് CNGക്ക് വില കൂട്ടിയത്. ഓരോ സംസ്ഥാനത്തെയും നികുതി നിരക്കുകളിലെ വ്യത്യാസം കാരണം വിവിധ നഗരങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടാകാം. വില ഇനിയും വർദ്ധിക്കുമെന്ന ആശങ്കയെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ വലിയ തിരക്കും പരിഭ്രാന്തിയും അനുഭവപ്പെടുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റവും വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചെലവുമാണ് രാജ്യത്തെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്. ആയൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കൂടെയുണ്ടായിരുന്ന 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആയൂർ റോഡ് വിള സ്വദേശി അൻവർ ഷയാണ് മരിച്ചത്. കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആയൂർ റോഡ് വിള അൻവർ മൻസിലിൽ അൻവർ ഷയാണ് മരിച്ചത്. ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന അജ്മൽ, അഫ്സൽ എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ രാത്രി ആയൂർ ബാറിൽ നിന്നുള്ള വഴിയിൽ നിന്ന് MC റോഡിലേക്ക് കയറവെ ആയൂർ ഭാഗത്തു നിന്ന് ചടയമംഗലത്തേക്ക് പോവുകയായിരുന്ന കാറുമായി കൂട്ടിയിരിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അൻവറിനെ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചടയമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ച് ഓച്ചിറയിൽ പ്രകടനം നടത്തി. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രകടനം. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യമർപ്പിച്ച കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ ഓച്ചിറയിൽ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി. വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളോടൊപ്പം നമ്മളും ആഹ്ലാദിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ വിധ്വംസ ശക്തികളെയും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ 102 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്നും 12-ലധികം മന്ത്രിമാർ 1 ലക്ഷത്തിലധികം മന്ത്രിമാർ തോറ്റ് ചിഹ്നം പാടുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ വിജയം കൈവരിച്ച ബഹുമാനായ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളോടൊപ്പം ഞങ്ങളും ഇവിടെ സന്തോഷിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും. ഓച്ചിറ കുരുവേലിൽ ജംഗ്ഷനിൽ നിന്നുമാണ് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. ഓച്ചിറ ടൗൺ മൈതാനിയിൽ സമാപിച്ചു. പ്രശാന്ത് കണ്ണമ്പള്ളി, അയ്യാണിക്കൽ മജീദ്, BM ഷാ, രാജ്മോഹൻ മേമന, അബ്ദുൽ കലാം, ഇർഷാദ് വലിയത്ത,
ബാബുരാജ് വൈനകം, KT ജലീൽ മേമന, ഷാജി ഓണിയപ്പുറത്ത്, ബാബു കട്ടത്തറ, രാജീവ് വൈനകം, കാസിം പിള്ള, പ്രസാദ്, ഷാജി മഴിവേലിൽ, മുഹമ്മദ് റാഫി, റഹീം എ കുഞ്ഞനാടി, നവാസ NTUC, റഷീദ് മേമന, അനന്തകൃഷ്ണൻ, അലോക്, അമൃത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവേശത്തോടുകൂടി ഇന്നിവിടെ പ്രകടനത്തിൽ പങ്കെടുത്ത UDF-ന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെയും അതിലേറെ ആഹ്ലാദത്തിന്റെ സുനിതമായ ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ 102 സീറ്റിലൂടെ അധികാരത്തിൽ വന്ന UDF-ന്റെ MLA-മാർ ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആകെ ദുഃഖത്തിലായിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ബഹുമാന്യനായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഡൽഹിയിലെ നമ്മുടെ പ്രിയങ്കനായ രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അനുചിതമായ ഒരു തീരുമാനമാണ് ഇന്നെടുത്തിട്ടുള്ളത്. ഇന്നറിയാം, VD സതീശനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കേരളത്തിലെ വിശ്വസർപ്പങ്ങളായ സമുദായ നേതാക്കന്മാർ ഇന്ന് തന്നെ ഉറഞ്ഞു തുള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രകടനം നടത്തിയത്. മധുര വിതരണവും നടന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യമർപ്പിച്ചാണ് ചവറയുടെ വിവിധ പ്രദേശങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണവും നടത്തിയത്. കോൺഗ്രസ് പന്മന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ട മുതൽ കുറ്റിവട്ടം ജംഗ്ഷൻ വരെ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടപ്പള്ളിക്കോട്ടയിൽ പായസ വിതരണവും നടന്നു. UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് R ജയകുമാർ, സന്തോഷ് തുപ്പാശ്ശേരി, കോഞ്ചേരി ശംസുദ്ദീൻ, അഡ്വക്കേറ്റ് T യൂസഫ് കുഞ്ഞ്, പൊന്മന നിശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണിയെ നയിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ തെരഞ്ഞെടുത്തതിലുള്ള ആഹ്ലാദ പ്രകടനമാണ് പന്മന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അതിദയനീയമായി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ശ്രീ VD സതീശനെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമ്പോൾ ബഹുമാന്യായ UPA-യുടെ നേതാവ് ശ്രീമതി സോണിയാഗാന്ധി VD സതീശനോട് പറഞ്ഞത് റിസൾട്ട് ഉണ്ടാക്കി തരണം എന്നുള്ളതായിരുന്നു. റിസൾട്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു സോണിയാഗാന്ധി അന്ന് ശ്രീ VD സതീശനോട് പറഞ്ഞതെങ്കിൽ പൂർണ്ണമായും കേരളത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. 1957 ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് 1960 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് 63 MLA-മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഇത്രയേറെ MLA-മാരെ സൃഷ്ടിക്കാൻ ഒരു നേതാവിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. UDF ചവറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ശ്രീകുമാർ പന്തവിള, D സുനിൽകുമാർ, കിഷോർ അമ്പിലാക്കര, PR ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് വടക്കന്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിവട്ടത്തും ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂർ നെടുങ്കയം തെങ്ങുംതറ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് പുലിയെ നേരിൽ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുലി സാന്നിധ്യം നാട്ടുകാരിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പുലിയെ കണ്ട ഉടൻ തന്നെ പരിഭ്രാന്തനായ തൊഴിലാളി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു. 4 അടിയോളം വലിപ്പമുള്ള പുലിയെയാണ് കണ്ടതെന്നാണ് ടാപ്പിംഗ് തൊഴിലാളി പറയുന്നത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് അഞ്ചലിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. എന്നാൽ തോട്ടത്തിലും പരിസര പ്രദേശങ്ങളിലും കാട് പിടിച്ചു കിടക്കുന്നതിനാലും കരിയിലകൾ നിറഞ്ഞതിനാലും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. കാൽപ്പാടുകൾ കണ്ടെത്താനായില്ലെങ്കിലും തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനവാസ മേഖലയ്ക്ക് സമീപം പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. പുലർച്ചെയും രാത്രികാലങ്ങളിലും പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വനംവകുപ്പിനെ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭ 65-ാം നമ്പർ അംഗനവാടിയിൽ അങ്കൺ ലൈവ് പദ്ധതിക്ക് തുടക്കമായി. അംഗനവാടിയിൽ എത്തുന്ന കുരുന്നുകളെ മുഴുവൻ സമയവും രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതാണ് പദ്ധതി. നഗരസഭയിലെ എല്ലാ അംഗനവാടികളിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. പുനലൂർ നഗരസഭയിലെ പവർ ഹൗസ് വാർഡിലെ 65-ാം നമ്പർ കരിക്കത്തിൽ പ്രസേനൻ മെമ്മോറിയൽ അംഗനവാടിയിലാണ് അങ്കൺ ലൈവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു.
സാങ്കേതിക വിദ്യ വലിയ തോതിൽ വികസിച്ച ഈ കാലത്ത് അംഗനവാടികളിൽ എത്തുന്ന കുരുന്നുകളെ മുഴുവൻ സമയവും രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന സൗകര്യം ഒരുക്കുന്നത് കാലാനുസൃതമാണെന്നും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ എല്ലാ അംഗനവാടികളിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നല്ല ആശയമാണ്. യഥാർത്ഥത്തിൽ ഈ ആശയം ജയപ്രകാശനോട് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിലും മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിലും ഈ ആശയത്തെ പിന്തുണയ്ക്കുകയും ഇതിൻ്റെ ഒരു നിർവഹണം ഇവിടെ സാധ്യമായതിനു ശേഷം ഇത് നഗരസഭയിലെ എല്ലാ അംഗനവാടികൾക്കും ബാധകമാക്കാൻ ഒരു തീരുമാനമെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, അംഗനവാടിയിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. പ്രായമായവരുടെ എണ്ണം അനുനിമിഷം വർദ്ധിച്ചു വരികയും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് അങ്ങനെയാണ് കേരളത്തിൻ്റെ. അതാണ് നമുക്ക് ഈ സ്കൂളുകളിൽ കുട്ടികൾ കുറവാണ് എന്ന് നമ്മൾ പറയുന്നത്, അംഗനവാടികളിൽ കുട്ടികൾ കുറവാണ് എന്ന് പറയുന്നത്. പക്ഷേ 13 കുട്ടികൾ ലൈവായിട്ട് വന്ന് പഠിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും അപ്പോൾ അംഗനവാടികൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യം, ഈ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതിനോട് പലപ്പോഴും അതിനൊരു വിലയില്ല. നമ്മൾ ഈ പ്ലേ സ്കൂളുകളിലൊക്കെ 5000, 10000 ഒക്കെ കൊടുത്ത് ധാരാളം കുട്ടികളെ കൊണ്ട് ചേർക്കാറുണ്ട്. അംഗനവാടികൾ അത്രയൊരു ഒന്ന് വളർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നൊരു ആത്മവിശ്വാസക്കുറവുണ്ട് ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് സ്മാർട്ട് അംഗനവാടികളാകുക എന്നുള്ളത് അംഗനവാടികളുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക് നൂതനമായ കാര്യങ്ങൾ പുനലൂരിൽ അംഗനവാടികളിൽ നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം എന്ന ആഗ്രഹമാണ് എനിക്ക് CDPO അടക്കമുള്ള ആളുകളോട് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അതൊക്കെ CDPO ഒക്കെ നേതൃത്വത്തിലാണ്. ഇതുവരെ ലഭ്യമാകാത്ത ചെറിയ ഫ്രിഡ്ജും മിക്സിയും എല്ലാ അംഗനവാടികൾക്കും നമ്മളിപ്പോൾ തന്നെ ഈ വരുന്ന ആഴ്ച വിതരണം ചെയ്യാവുന്ന നിലയിലാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ ഈ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ലക്ഷക്കണക്കിന് രൂപയാണ് അംഗനവാടികളുടെ പ്രവർത്തനത്തിനും അതിനെ നയിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ ആയിട്ട് സ്റ്റേറ്റ് മുടക്കുന്നു. അപ്പോൾ അതിന് റിസൾട്ട് വേണം. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നമുക്ക് ഈ അംഗനവാടികൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ഈ സൗകര്യങ്ങളെല്ലാം ഒരു പുതിയ തലമുറയ്ക്ക് നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഏത് ഭരണകൂടത്തിൻ്റെയും, അത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് അടുത്ത തലമുറയെ നമുക്ക് മുകളിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത്. കുരുന്നുകളെ അംഗനവാടിയിൽ വിട്ടുകഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ പലരും ആശങ്കയിലാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് അംഗനവാടിക്കുള്ളിലും പുറത്തും ക്യാമറകൾ വെച്ചും ഇന്റർനെറ്റ് വഴി രക്ഷിതാക്കളുടെ ഫോൺ വഴി എപ്പോൾ വേണമെങ്കിലും നിരീക്ഷിക്കാൻ കഴിയുന്ന ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ശിശുക്ഷേമ വികസന ഓഫീസർ, നഗരസഭാ ഓഫീസ് എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് കൂടി കാണാൻ കഴിയും എന്നതിനാൽ സ്ഥാപനം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതിനും കഴിയും. നിർമ്മാണ സ്ഥാപനമായ ഹാബിറ്റാറ്റാണ് ക്യാമറയും ഇന്റർനെറ്റ് സൗകര്യവും സൗജന്യമായി ഒരുക്കി നൽകുന്നത്. കൗൺസിലർ G. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, ഹാബിറ്റാറ്റ് എഞ്ചിനീയർ നവീൻ ലാൽ, CDPO അനീസ റാണി, കൗൺസിലർമാരായ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, സുനിൽ തോമസ്, രാജപ്പൻ, ഷെമി അസീസ്, EK ഷെർലി, സുധർമ്മ, ടിൻഡു ആർ തങ്കം, പ്രീതി പ്രസേനൻ, ലത, ഉമേഷ്, സേതുകുമാർ, ജോമോൻ, മണി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് AISF മാർച്ച്. ചിന്നക്കട പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചാണ് കൊല്ലത്ത് AISF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ചിന്നക്കട പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. CPI ഓഫീസിന് മുന്നിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്.
നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകർ ഓഫീസിന്റെ പ്രധാന വാതിലിലെത്തി മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിലാണ് പോലീസുമായി സംഘർഷമുണ്ടായത്. AISF സംസ്ഥാന സെക്രട്ടറി A. ആദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് കളിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കേന്ദ്ര സർക്കാർ കളിക്കുന്നത്. രാജസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ എത്ര പേരെയാണ് BJP നേതാവ് അനുജൻ ഉൾപ്പെടെ ഇന്ന് CBI കസ്റ്റഡിയിലാണ്. രക്ഷകർത്താക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ മക്കളെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി കഷ്ടപ്പെട്ട് രാവെന്നില്ല പകലെന്നില്ലാതെ പഠിച്ച് നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആയ വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് കളയുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന നടപടിയിൽ. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. ഏതൊക്കെ തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന എന്താ? പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഇതിൽ ഭീമമായ പൈസ മേടിച്ച് കോച്ചിങ് നടത്തുന്നവർക്ക് എന്താ ചോദ്യപേപ്പർ ഒറ്റുകൊടുക്കുന്നു. എന്ത് നാടായി ഈ രാജ്യം മാറുന്നു? AISF കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശൻ, ജില്ലാ സെക്രട്ടറി ജോബിൻ ജാക്കബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രിയ, സംസ്ഥാന കൗൺസിൽ അംഗം സുജിത് കുമാർ, MD അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം എങ്ങുമെത്തിയില്ല. തഴത്തോടുകളുടെ ശുചീകരണവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. തോടുകളിലെ മാലിന്യങ്ങളും പുൽപ്പടർപ്പുകളും നീക്കം ചെയ്യാത്തത് കൊതുകുകൾ വളരാൻ കാരണമാകുന്നു. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരസഭ ശുചീകരണത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഴക്കാലപൂർവ്വ ശുചീകരണത്തോട് പുറംതിരിഞ്ഞ് കരുനാഗപ്പള്ളി നഗരസഭ. നഗരപരിധിയിലെ മിക്ക തഴത്തോടുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ തോടുകൾ പായലുകൾ കൊണ്ടും പുല്ലുകൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ചിലയിടങ്ങളിലാകട്ടെ മാലിന്യങ്ങളും തള്ളിയിരിക്കുന്നു. മഴക്കാലം ആരംഭിച്ച് നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ തോടിന്റെ ഇരുവശങ്ങളും വെള്ളക്കെട്ടിലാകും. ഒപ്പം കൊതുകുൾപ്പെടെയുള്ള പ്രാണികൾ പെരുകുന്നതിനാൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. തഴത്തോടുകൾ എത്തിച്ചേരുന്നത് കന്നേറ്റിക്കായലിലേക്കാണ്. അതുകൊണ്ട് തന്നെ കന്നേറ്റിക്കായൽ പോലെയുള്ള വലിയ ജലാശയങ്ങൾ മലിനമാകാനുള്ള സാധ്യതയും ഏറെയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി നഗരസഭ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ കൃഷിഭവൻ കെട്ടിടത്തിന്റെ തറ ഇടിഞ്ഞു താഴ്ന്നു. തഴവ കൃഷിഭവന്റെ തറയോട് പാകിയ സ്ഥലമാണ് ഇടിഞ്ഞു താഴ്ന്നത്. MLA ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. തഴവ കൃഷിഭവന്റെ മുൻഭാഗത്തെ തറയാണ് ഇടിഞ്ഞു താഴ്ന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു കൃഷിഭവന്റെ ഉദ്ഘാടനം. CR മഹേഷ് MLA ഫണ്ട് വിനിയോഗിച്ചാണ് കൃഷിഭവൻ കെട്ടിടം നിർമ്മിച്ചത്. തറയോട് പാകിയ മുൻഭാഗം വ്യാഴാഴ്ച രാവിലെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ കയറിയിറങ്ങിയപ്പോൾ താണുപോവുകയായിരുന്നു. ഇതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മാസം ആയില്ല. അപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷ വന്ന് തിരിഞ്ഞതാണ്. ഓട്ടോറിക്ഷ വന്ന് തിരിഞ്ഞപ്പോൾ ആ ഓട്ടോറിക്ഷ 10 പേര് ചേർന്ന പൊക്കിയെടുക്കേണ്ട പാതാളത്തിലോട്ട് താന്നു പോയി. പിന്നെ അതുപോലെ തന്നെ ഈ മതിൽ ഇത് ഇതിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ ഇവിടെ പൊടി കുഞ്ഞുങ്ങളാണ് ഇവിടെ ഈ അംഗനവാടിയിലുള്ളത്. ഈ മതിലിൻ്റെ ഒരു കട്ട വീണാൽ തീരാവുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ ഒരു മതിലും കൂടെ പൊളിച്ച് വൃത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇതിനോട് ചേർന്നുള്ള മതിലും അപകടാവസ്ഥയിലാണ്. കരാറുകാരന്റെ കെടുകാര്യസ്ഥതയാണ് കൃഷിഭവന്റെ മുൻഭാഗം ഇടിഞ്ഞു താഴാൻ കാരണമായതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഉള്ള കണ്ടപ്പോഴുള്ള അവസ്ഥയാണ്. ഞാനാണ് ആദ്യമായിട്ട് ഇതിന്റെ പടം എടുത്ത് അയച്ചത്. അപ്പോൾ ഇത് പഞ്ചായത്തിൽ കൃഷി ഓഫീസിനോട് കൃഷി ഓഫീസിൽ പറഞ്ഞത് MLA ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവർ റിട്ടേൺ പരാതി വല്ലതും കൊടുത്തത് ചോദിച്ചപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ലെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇനി ബാക്കി പ്രതികരണങ്ങളും ജനങ്ങളിൽ നിന്നുണ്ടാവണം. അതെ, ഇത് ഇനി ചെയ്യുമ്പോൾ ഇത് തറ നല്ല ലെവൽ ചെയ്ത് മെഷീൻ അടിച്ച് ഉറപ്പിച്ചതിന് ലോഡുമായിട്ട് വണ്ടികളൊക്കെ വരുന്നില്ല. ഇപ്പോൾ ഇതൊരു ഓട്ടോറിക്ഷ അവസ്ഥയായെങ്കിൽ തൈകൾ വരും, അതുപോലെ വളങ്ങൾ വരും. അപ്പോൾ അന്നേരം വേറെ വണ്ടി ആണെങ്കിൽ അതിന് തിരിച്ചെടുക്കാൻ പറ്റും. ഇതൊരു ഓട്ടോറിക്ഷയാണ് ഇത് കയറി തിരിച്ചേക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് മുളവന 1-ാം വാർഡിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി വീൽ ചെയർ നൽകി. മാടൻകാവ് സ്വദേശിനി ശാന്തയ്ക്കാണ് വീൽ ചെയർ നൽകിയത്.
ചിറ്റുമല MGM ചാരിറ്റബിൾ ട്രസ്റ്റും ഭിന്നശേഷി വയോജന കേന്ദ്രവും ചേർന്നാണ് വീൽചെയർ നൽകിയത്. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് മുളവന 1-ാം വാർഡിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി ചിറ്റുമല MGM ചാരിറ്റബിൾ ട്രസ്റ്റും ഭിന്നശേഷി വയോജന കേന്ദ്രവും ചേർന്നാണ് വീൽചെയർ നൽകിയത്. ശസ്ത്രക്രിയയെ തുടർന്ന് ഒരു കാൽ നഷ്ടമായ മുളവന മാടൻകാവിന് കിഴക്ക് വലിയ വിളപ്പൂത്തിന് വീട്ടിൽ ശാന്തയ്ക്കാണ് വീൽചെയർ നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ ഡാനിയൽ വീൽചെയർ കൈമാറി. വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഒരു വീൽചെയർ നൽകുവാൻ മനസ്സ് കാണിച്ച വരൻ സാറിനും ഇതിന് മുൻകൈയെടുത്ത ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും വാർഡ് മെമ്പറുമായ ശ്രീമതി സരണിക്കും മെമ്പർ അനിലിനും ശ്രീമതി ഡേസി അതുപോലെ തന്നെ ലിസി ടീച്ചർക്കും എല്ലാവർക്കും ഞാൻ ഏറെ നന്ദി പറയും. പറഞ്ഞു നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും തുടർന്നും ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇതുപോലെ ആവശ്യങ്ങളുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നത്ര സഹായങ്ങൾ അവരിൽ എത്തിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗം സരിനി അനിൽ അധ്യക്ഷത വഹിച്ചു. ഭവന സന്ദർശനത്തിന് വന്നപ്പോഴാണ് അമ്മ ഇതുപോലെ കാല് വയ്യ, അമ്മയ്ക്ക് കാലില്ല, ഒരു കാലം മുറിച്ച് മാറ്റിയതാണ്. അപ്പോൾ അമ്മ അന്ന് ഇവിടെ ഉരുണ്ട് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ സാറിന് വരൻ സാറുമായിട്ട് റോട്ടറി ക്ലബിൽ വരൻ സാറുമായിട്ട് സംസാരിച്ച് സാർ അന്ന് തന്നെ അതിന് തരാനുള്ളൊരു സന്നദ്ധത, വീൽചെയർ തരാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചു. അതുപോലെ അമ്മയ്ക്ക് നോക്കാൻ ആരുമില്ല. ഇവിടുത്തെ ആൻറ്റിക്ക് അമ്മയുടെ അനിയത്തിയാണ്. ആൻറ്റിക്ക് അതുപോലെ തന്നെ വല്ലാത്തൊരവസ്ഥ. ആൻറ്റിയും സുഖമില്ലാത്ത ഒരാളാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് രണ്ടു കൂട്ടർക്കും വയ്യാത്ത ഒരാളാണ്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ പരിഗണിച്ചിട്ടാണ് സാറുമായിട്ട് വരൻ സാറുമായിട്ട് സംസാരിച്ചു. സാർ എന്തായാലും നമുക്ക് വേഗം തന്നെ വീൽചെയർ ഒന്ന് സഹായിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് വരുൺ ജോർജ് പണിക്കർ, പഞ്ചായത്ത് മുൻ അംഗം G അനിൽകുമാർ, CDS ഉപസമിതി കൺവീനർ ഗ്രേസി ഷാജി, ADS ചെയർപേഴ്സൺ ലിസി സാം, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈ റോയി, ആശാപ്രവർത്തക VCB, താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് നഴ്സ് ലതാ സുരേഷ്, അംഗനവാടി വർക്കർ C നന്ദിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മദ്യപിച്ചെത്തി കടയ്ക്ക് മുന്നിൽ നിന്നും അസഭ്യം പറയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിന് കട അടിച്ചു തകർത്തു. പന്മന കൊല്ലക CN ജംഗ്ഷനിലെ GK ടീ ഷോപ്പിന് നേരെയാണ് അക്രമം നടന്നത്. ഉച്ചയോടെയായിരുന്നു സംഭവം. പന്മന കൊല്ലക CN ജംഗ്ഷനിലെ GK ടീ ഷോപ്പിന് നേരെയാണ് അക്രമം നടന്നത്. മദ്യപിച്ചെത്തിയ കൊല്ലക സ്വദേശിയായ സജീദ് കുട്ടി കടയ്ക്ക് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അസഭ്യം പറയുകയുമായിരുന്നു. തുടർന്ന് ഇയാൾ കട അടിച്ചു തകർക്കുകയായിരുന്നു. പൊരിപ്പ് സാധനങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു. അലമാരയുടെ കണ്ണാടികൾ പൊട്ടി വീണതിനെ തുടർന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കാനായി തയ്യാറാക്കിയ മാവ് ഉൾപ്പെടെ ഉപേക്ഷിക്കേണ്ടി വന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഞാനൊരു കാര്യത്തിനും പോകത്തില്ല, ഒരാളോട് സംസാരിക്കാനും പോകത്തില്ല. ഈ കാണുന്ന ആൾക്കാർക്കെല്ലാം അറിയാം എന്നെ. ഞാൻ എങ്ങനെ 3 വർഷം എല്ലാ കാര്യങ്ങളും അറിയാം. ആര് വന്ന് ഇവിടെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ വന്ന് രാവിലെ തീ കത്തിച്ചെങ്കിൽ മാത്രമേ എൻ്റെ പിള്ളേർക്കും എൻ്റെ കുടുംബത്തിൽ എനിക്ക് അരി പിടിക്കാനൊക്കെ. ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ പോയ പോക്കും. ഞാൻ ഇത്രയും കാലമായിട്ട് ആരോട് ഒരു വഴക്കിന് ഒരു വക്കാണത്തിന് ഒന്നും പോയിട്ടില്ല. ഇവിടെ ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു വെള്ളം അടിച്ചിട്ട് ഈ മാതിരി തോന്നിയാസം കാണിക്കേണ്ട കാര്യമുണ്ടല്ലോ കടക്കകത്ത് കയറി. അവനും ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കുന്നു ഈ കടക്കകത്ത്. മുദ്രാവാക്യം വിളിയായിരുന്നു. മുദ്രാവാക്യം ഒന്നുമില്ല. മുദ്രാവാക്യം ഇവിടെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ആര് ഭരിച്ചാൽ എന്തുവാ, ഞാനിവിടെ വന്ന് ചാകച്ചൻ ചെയ്യുന്നെങ്കിൽ എൻ്റെ വീട്ടിലെ കഴിയാനൊക്കത്തുള്ളൂ, എൻ്റെ കുടുംബത്തിന് അരി മേടിക്കാനൊക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആ പകരം ഇയാളും തരാണ്ട് 150 രൂപ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ഏത് 150 എപ്പം മേടിച്ച് ആര് മേടിച്ച് മെനങ്ങാനൊന്നും മേടിച്ചു. ഇന്നലെ വന്ന് 100 രൂപ കടം മേടിച്ചു. കടം ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ല, ചെട്ടിക്കാർ പോരുമ്പോൾ കൊടുക്കാനുള്ള പൈസ ഉള്ളൂ, വേണമെങ്കിൽ രാത്രിയാകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ തന്നെ ചുരുക്കം ഇത്രയും സംസാരം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു. പത്തിരിമാവിൽ അലമാരയുടെ പൊട്ടിയ ഗ്ലാസ് വീണതുകൊണ്ട് വൈകുന്നേരത്തെ കച്ചവടം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇതേസമയം കട നടത്തുന്നവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തതായി ഇവർ പറയുന്നു. സംഭവത്തിൽ ചവറ പോലീസ് കേസെടുത്തു. എന്നിട്ട് ഞങ്ങളെ അയാൾ ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിച്ചു. ജാതിപ്പേര് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ SC സമുദായത്തിൽപ്പെട്ടത്, ഹിന്ദു തണ്ടാനാണ് ഞങ്ങളുടെ സമുദായം. അയാൾ ആ പേര് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ചീത്ത വിളിച്ചു. അങ്ങനെ തണ്ട അയാൾ ചേട്ടനെ വിളിച്ചത്.
അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് മാനക്കേടായത്, നാണക്കേട് കൊണ്ട് ഇനി എങ്ങനെ ഞങ്ങൾ ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നമുക്ക് നാണക്കേടല്ലേ, അങ്ങനെ ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചീത്തയും +1 പഠിക്കുന്ന ഒരു മോളെ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചാൽ ഇത്രയും ചീത്ത. ന്യൂസ് ബ്യൂറോ, ചവറ. 3 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പെരിനാട് ശാസ്താംകോട്ട സ്വദേശികളാണ് ശൂരനാട് പോലീസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്കായി പൊതികളാക്കി കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. വിൽപ്പനയ്ക്കായി കടത്തുകയായിരുന്ന 3 കിലോ കഞ്ചാവുമായാണ് 2 പേർ ശൂരനാട് പോലീസിന്റെ പിടിയിലായത്. പെരിനാട് ചെമ്മക്കാട് രേവതിയിൽ വീട്ടിൽ അഭിലാഷ്, ശാസ്താംകോട്ട രാജഗിരി സന്തോഷ് ഭവനിൽ രാജേഷ് എന്നിവരാണ് പോലീസ് പരിശോധനയ്ക്കിടെ ശൂരനാട് വടക്ക് തെക്കേമുറിയിൽ നിന്ന് കഴിഞ്ഞ രാത്രി 9 മണിയോടെ പിടിയിലായത്. 2 പൊതികളിലായി ബാഗിൽ സൂക്ഷിച്ച് കടത്തുകയായിരുന്നു കഞ്ചാവ്. ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂരനാട് പോലീസും ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇരുവർക്കുമെതിരെ NDPS വകുപ്പ് പ്രകാരം കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. വർധന പ്രാബല്യത്തിൽ. പെട്രോൾ വില ലിറ്ററിന് 110.76 രൂപയായി. ഡീസൽ വില 99.35 രൂപയായി വർദ്ധിപ്പിച്ചു. ആയൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്ക്. ആയൂർ റോഡുവിള സ്വദേശി അൻവർഷയാണ് മരിച്ചത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് പ്രകടനം നടന്നത്. മധുര വിതരണവും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.